കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇത്തവണ വികസനത്തിനും അഴിമതിക്കും അപ്പുറം മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം സാമുദായിക വോട്ട് ബാങ്കാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ. വർഷങ്ങളായി UDFന്റെയും LDFന്റെയും പിന്നിൽ ഉറച്ചു നിന്നിരുന്ന ഈ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ BJP നടത്തുന്ന പരിശ്രമങ്ങൾ ഫലം കാണുമോ? അനിൽ ആന്റണിയുടെ വരവും പുതിയ FCRA ബില്ലും മണിപ്പൂർ ഒഡീഷ സംഭവങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? നമുക്ക് നോക്കാം. 2023 കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക് ചേക്കേറുന്നത്. ഇതിലൂടെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ പാർട്ടിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. കേരളത്തിലെ നിർണായക വോട്ട് ബാങ്കായ ക്രൈസ്തവ സമൂഹത്തെ ആകർഷിക്കാൻ പ്രമുഖ കോൺഗ്രസ് കുടുംബത്തിലെ ക്രൈസ്തവ മുഖം സഹായിക്കുമെന്ന് BJP കരുതി. പാർട്ടിയിൽ ചേർന്ന് 3 മാസത്തിനുള്ളിൽ അനിലെ ദേശീയ സെക്രട്ടറി ആക്കിയത് ഈ പ്രാധാന്യം കണക്കിലെടുത്തായിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ചിത്രം മാറി. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആന്റണിയും തോമസ് ഐസക്കും മുന്നിലെത്തി. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള സമുദായത്തിന്റെ അകൽച്ച മാറാൻ അനിൽ ആന്റണിയുടെ സാന്നിധ്യം കൊണ്ട് സാധിച്ചില്ല. എങ്കിലും BJP പിൻവാങ്ങാൻ തയ്യാറായില്ല. ഇത്തവണത്തെ പ്രകടന പത്രികയിൽ ക്രൈസ്തവർക്കായി മൈനോറിറ്റി പദവിയും സ്കോളർഷിപ്പുകളിൽ തുല്യനീതിയും വാഗ്ദാനം ചെയ്യുന്നു. സമുദായത്തെ വികസനത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുമെന്നാണ് നരേന്ദ്രമോദിയുടെയും സംഘത്തിന്റെയും വാഗ്ദാനം. പക്ഷേ കാര്യങ്ങൾ BJP വിചാരിച്ചത്ര എളുപ്പമല്ല. ക്രിസ്ത്യൻ വീടുകളിൽ കേക്ക് എത്തിച്ചും ബിഷപ്പ്മാരെ കണ്ടും പടുത്തുയർത്തിയ ആത്മബന്ധത്തിന്റെ മുകളിൽ ഇപ്പോൾ മറ്റൊരു കരിനിഴൽ വീണിരിക്കുകയാണ്. 2026 പുതിയ FCRA ഭേദഗതി ബിൽ. വിദേശത്തു നിന്നുള്ള സംഭാവനകൾ സ്വീകരിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന നിയമമാണിത്. ഇത് സാമ്പത്തിക സുതാര്യതയ്ക്ക് വേണ്ടിയാണെന്ന് സർക്കാർ പറയുമ്പോൾ ക്രൈസ്തവ സഭകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കുരുക്കായാണ് സമുദായം ഇതിനെ കാണുന്നത്. പുതിയ ഭേദഗതി പ്രകാരം ഒരു സംഘടനയുടെ FCRA ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ ആ സംഘടനയുടെ ബാങ്ക് ബാലൻസും ആസ്തികളും സർക്കാരിന് ഏറ്റെടുക്കാം. പള്ളികൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുടെ നിയന്ത്രണം പോലും ഇതിലൂടെ സർക്കാരിന് കീഴിലായേക്കാം എന്ന ഭയമാണ് KCBC അടക്കമുള്ള സംഘടനകൾ പങ്കുവയ്ക്കുന്നത്. സിറോ മലബാർ സഭയും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും ഇതിനെ വിശേഷിപ്പിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ പ്രവർത്തനപരമായ അതിജീവനത്തിന് നേരെയുള്ള ഭീഷണി എന്നാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോലും സമ്മതിക്കുന്നത് ഈ ബില്ലിന്റെ ടൈമിംഗ് അത്ര ശരിയായില്ല എന്നാണ്. കൂടാതെ BJP ഭരിക്കുന്ന ഒഡീഷയിലും ഛത്തീസ്ഗഡിലും വൈദികർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും മതപരിവർത്തന നിരോധന നിയമങ്ങളും കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്നു. ക്രൈസ്തവ വിഭാഗത്തെ ഏത് രീതിയിലും കൂടെ കൂട്ടാനുള്ള പരിശ്രമങ്ങളിലായിരുന്നു ഇലക്ഷന്റെ അവസാന നിമിഷം വരെയും സംസ്ഥാന BJP നേതൃത്വം. PC ജോർജ്, ഷോൺ ജോർജ്, ജോർജ് കുര്യൻ, അനൂപ് ആന്റണി, ലിജോയ് പോൾ തുടങ്ങിയ 7ഓളം ക്രൈസ്തവ മുഖങ്ങളെയാണ് അവർ കളത്തിലിറക്കിയിരിക്കുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് തങ്ങളുടെ പഴയ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ 20ഓളം ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. LDF ആകട്ടെ ജസ്റ്റിസ് JB കോശി റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ക്രൈസ്തവ സമുദായത്തിന്റെ പരാതികൾ പരിഹരിക്കുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിൽ സമുദായം നേരിടുന്ന പിന്നോക്കാവസ്ഥ പരിഹരിക്കുമെന്ന വാഗ്ദാനം ഇടതുപക്ഷത്തിന് ഗുണകരമായേക്കാം. എന്നിരുന്നാലും റബ്ബർ വിലയിലെ ഇടിവ്, വന്യജീവി ആക്രമണങ്ങൾ എന്നിവയോടുള്ള സർക്കാർ നിലപാടിൽ ഹൈറേഞ്ച് മേഖലയിലെ കർഷകർക്കിടയിലുള്ള അതൃപ്തി LDFന് തിരിച്ചടിയായേക്കാം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അടുത്തിടെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും ക്രൈസ്തവ മേഖലകളിൽ UDF ശക്തമായ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് സമുദായത്തെ UDFിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ചുരുക്കത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ ഏതെങ്കിലും ഒരു മുന്നണിക്ക് മാത്രമായി ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. സഭാ നേതാക്കൾ ഔദ്യോഗികമായി ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ലെങ്കിലും സാമ്പത്തിക സുരക്ഷയ്ക്കും സഭയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിനും പ്രാധാന്യം നൽകുന്നവർക്കായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടർമാർ മുൻഗണന നൽകുക. 9 നടക്കുന്ന വോട്ടെടുപ്പ് ഫലം ഇതിന് കൃത്യമായ മറുപടി നൽകും.